ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യാൻ പോകുന്നത്. അധികം കാര്യങ്ങളൊന്നുമില്ല, ഞാൻ വീട്ടിൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒരു വീഡിയോ ആക്കിയതേ ഉള്ളൂ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ പോയിട്ട് കിളികളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ട്. അതിലേക്ക് ഫുഡ് ഉണ്ടോ വെള്ളം ഉണ്ടോ എന്നൊക്കെ നമ്മളൊന്ന് നോക്കി. പിന്നെ മുറ്റാടിയാണ് രാവിലെ തന്നെ. പിന്നെ എപ്പോഴത്തെയും പോലെ വഴിയടിക്കുന്നതും മുറ്റടിക്കുന്നതും പുറകടിക്കുന്നതും സൈഡടിക്കുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. കാണുന്നത് നിങ്ങൾക്കൊരു ബോറടി ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ചായിരുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ രാവിലത്തെ ചായേൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങുള്ളൂ. പിന്നെ ഫസ്റ്റ് ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചായയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉമ്മറൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടും. കാരണം എനിക്ക് ഉമ്മറ ഫസ്റ്റ് വൃത്തിയാക്കിയിടണം, റൂമും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കുന്നതിൻ്റെ മുന്നേ. കാരണം ആരെങ്കിലും പെട്ടെന്ന് കയറി വരുമ്പോൾ പെട്ടെന്ന് കാണുന്നത് ആ ഫ്രണ്ട് ഭാഗമല്ലേ, അപ്പോൾ മനസ്സിലവർക്കൊന്നും തോന്നണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം തന്നെ അവിടെ ഒന്ന് അടിച്ച് തുടച്ചിട്ട് മാറ്റൊന്ന് വിരിച്ചിടും, അത്രയേ ഉള്ളൂ. പിന്നെ ഡീറ്റെയിലായിട്ട് തുടയ്ക്കുന്നതൊക്കെ പിന്നെ ആയിരിക്കും കേട്ടോ. ഈ രാവിലെ എഴുന്നേറ്റ പാടും ഫ്രണ്ടൊന്ന് ക്ലീനായിട്ട് ഇരുന്നാൽ മതി. അങ്ങനെ ചവിട്ടിയും കാര്യങ്ങളൊക്കെ ഇട്ട് പിന്നെ ഞാൻ നേരെ റൂമിലേക്കാണ് പോകുന്നത്. റൂമിൽ പോയി റൂമൊക്കെ ഒന്ന് വിരിച്ച് റെഡിയാക്കിയിട്ടു. പിന്നെ എപ്പോഴത്തേക്കും അത് തന്നെ ആ റൂം വൃത്തിയാക്കുന്നു, അടുത്ത റൂം വൃത്തിയാക്കുന്നു, അടിക്കുന്നു, തുടക്കുന്നു, അതൊക്കെ തന്നെ. അങ്ങനെ നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. മോൾക്ക് അംഗൻവാടി ഉള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ദിവസം ഒരു വട്ടമൊക്കെ തുടച്ചിട്ടാൽ മതി. പിന്നെ അവൾ 3:30-ക്കല്ലേ വരുള്ളൂ. വന്നു കഴിഞ്ഞാൽ പിന്നെ അവൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കും, കുളിക്കും, കിടന്നുറങ്ങും, അങ്ങനെയൊക്കെയാണ്. പക്ഷെ അവൾക്ക് ലീവ് ആണെന്നുണ്ടെങ്കിൽ ഞാനൊരു ദിവസം
ഒരു 4 വട്ടമെങ്കിലും തുടയ്ക്കേണ്ടി വരും, ഒരു 30 വട്ടമെങ്കിലും അടിച്ചു വരേണ്ടി വരും കേട്ടോ. കാരണം കാണുന്നതെല്ലാം വലിച്ചു വാരിയിടും. നമ്മളിപ്പോൾ വൃത്തിയാക്കിയിട്ടിട്ട് അപ്പുറത്തെ റൂമിലേക്ക് പോയിട്ട് നമ്മൾ അതൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത് വെച്ചിട്ടേ അവൾ പോവുള്ളൂ. അങ്ങനെയാണ്. പിന്നെ മുടി അഴിച്ചിട്ട് നടക്കുന്ന കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു ഇറിറ്റേഷനാണ്. ഓളും മുടി അഴിച്ചിട്ട് നടക്കുന്നത് എനിക്ക് എന്തോ ഇഷ്ടമല്ല. നമ്മളെങ്ങനെ നടന്നാലും നമുക്ക് കുഴപ്പമില്ല, പക്ഷേ അവരങ്ങനെ വിടാൻ നമുക്ക് മനസ്സ് വരില്ല. അപ്പോൾ അവളുടെ മുടിയൊക്കെ ഒന്ന് ആദ്യം വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തോ ഒരു മനസ്സമാധാനം കിട്ടിയതുപോലെയാണ്. അതുകൊണ്ട് ഞാൻ മുടിയൊക്കെ ഒന്ന് 2 ഭാഗത്ത് കെട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞാൻ തലയൊന്നും കഴിക്കുന്നില്ല, കാരണം എന്തോ ഒരു ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നൊരു ദിവസം അങ്ങനെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ രാവിലെ എന്നും അംഗനവാടി പോകുമ്പോൾ കുളിക്കുന്നത് കൊണ്ട് അവൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുമയും ജലദോഷമൊക്കെ വരുന്നതുകൊണ്ട് ഒരു ദിവസം അങ്ങനെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മേലൊക്കെ കഴിക്കാമെന്ന് കരുതി. അങ്ങനെ ഇപ്പോൾ നമുക്ക് നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ തുണികളൊക്കെ എടുത്തിട്ട് വന്ന് അതൊക്കെ ഒന്ന് മടക്കി വൃത്തിയാക്കി വെക്കാമെന്ന് കരുതി. പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ നമുക്കിപ്പോൾ തുണികൾ. അപ്പം അങ്ങനത്തെ വെയിലാണല്ലോ. രാവിലെ ആണെങ്കിൽ അങ്ങനത്തെ തണുപ്പും, ഉച്ച കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ വെയിലുമാണ്. അപ്പോൾ എല്ലാം ഒന്ന് മടക്കി വെച്ച് സെറ്റാക്കാമെന്ന് കരുതി. വേറെ വേറെ ആക്കിയിട്ടാണ് മടക്കി തിരിക്കുന്നത്. കാരണം എൻ്റെ റൂമിൽ ഞാൻ എൻ്റെതും എൻ്റെ കെട്ടിയവൻ്റെതും എൻ്റെ കുട്ടീൻ്റെയും മാത്രമേ വയ്ക്കാറുള്ളൂ. പിന്നെ ബെഡ്ഷീറ്റ്, ഉമ്മാൻ്റെ ഡ്രസ്സ്, അതൊക്കെ പിന്നെ അടുത്ത റൂമിൽ അവരുടെ റൂമിലായിരിക്കും. അപ്പോൾ ഒക്കെ ഒന്ന് വേർതിരിച്ചിട്ട് മടക്കി വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കാനൊക്കെ എളുപ്പമായിരിക്കുമല്ലോ. അല്ലെങ്കിൽ എല്ലാം കൂടി കൂട്ടി കുഴച്ചിട്ട് വെറുതെ അതൊരു ഇതാവേണ്ടെന്ന് കരുതിയിട്ട് എല്ലാം മാറ്റി വേറെ വേറെ ആക്കി വെക്കുകയാണ്. അപ്പോൾ ഈ നേരം വരെ ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ ഇത്ര പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയുള്ളൂ. അപ്പോൾ രാവിലെ ഇന്ന് ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത്. റെഡിമെയ്ഡ് ചപ്പാത്തി ഇല്ലേ, അതാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതിയല്ലോ. പക്ഷെ എനിക്കത് അധികം ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ ഒരെണ്ണേ കഴിച്ചിട്ടുള്ളൂ. എനിക്ക് അതെന്തോ ഒരു മധുരം പോലെ ഫീൽ ചെയ്യും. അതുകൊണ്ട് എനിക്ക് കറി ഒഴിച്ച് കഴിക്കാനൊന്നും താല്പര്യമില്ല. അപ്പോൾ പിന്നെ ഒരു ഗ്ലാസ് ചായയും കൂടി വെച്ച് അത് മാത്രം കഴിച്ചു. പിന്നെ ഉച്ചത്തേക്കുള്ള പരിപാടിയായിരുന്നു. ചിക്കൻ നമ്മൾ വേറൊരു രീതിയിൽ ട്രൈ ചെയ്യാമെന്ന് കരുതിയിട്ട് ഉള്ളി, തക്കാളി, പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ഒരു പച്ചമുളക്, കറിവേപ്പിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പോകുന്നത് ചിക്കൻ മേടിക്കാൻ പോവുകയാണ്. നമ്മുടെ വീടിൻ്റെ കുറച്ച് അടുത്തായിട്ട് തന്നെയാണ് ചിക്കൻ കടയും നമ്മുടെ പലചരക്ക് കടയും ഒക്കെ വരുന്നത്. അപ്പോൾ നല്ല വെയിലാണ്. അപ്പം ചിക്കൻ മേടിച്ച് വന്നിട്ട് കാണിച്ചു തരാം. അതാണ്. അപ്പം നമ്മൾ ആ നേരത്തെ ഞാൻ പ്ലേറ്റിലെടുത്ത് വെച്ച സംഭവങ്ങളുടെ കൂടെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ചിക്കൻ കഴുകി വെച്ചിട്ട് നമ്മൾ ആ അരപ്പ് അതിലേക്ക് ഇട്ടിട്ട്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും നമ്മുടെ ചിക്കൻ മസാലയും അങ്ങനത്തെ കുരുമുളക്, പിന്നെ കറിവേപ്പില, കുറച്ച് മല്ലിച്ചപ്പ്, ഈ സംഭവങ്ങളൊക്കെ കൂടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ, ഇതെല്ലാം കൂടി ഒന്ന് നമ്മൾ എന്താക്കുക, നല്ലോണം അതിലൊന്ന് പുരട്ടി വയ്ക്കുക. നല്ലോണം അതിൽ മിക്സ് ചെയ്തിട്ട് ആ ചിക്കനിൽ നല്ലോണം പിടിക്കുന്ന പോലെ ആക്കിയിട്ട് ഒരു 5 മിനിറ്റ്, ഒരു 5-10 മിനിറ്റ് ഒന്ന് അങ്ങനെ വെച്ചിട്ട്, പിന്നെ നമുക്ക് ഒന്നുമില്ല, പിന്നെ നമുക്ക് ജസ്റ്റ് നമുക്ക് എന്താ പറയുക, നമ്മളെ കുക്കർ എടുക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക, എന്നിട്ട് നമ്മുടെ കറുകപ്പട്ട, ഗ്രാമ്പൂ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, പിന്നെ ജീരകം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് ഇട്ടിട്ട് ചിക്കൻ അതിലേക്ക് ഇട്ട് നമ്മളൊരു 4 കഷ്ണം ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് അടച്ച് വയ്ക്കുക. 2 വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്യുക. അത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിരിക്കും. നല്ല ചിക്കൻ കറിയാണ്. ഉപ്പിടാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഞങ്ങളതായ കുറച്ച് കലാപരിപാടികൾ. പിന്നെ ഞാനൊരു ഓറഞ്ച് എടുത്തിട്ട് ഞാൻ കുറച്ച് നേരം റൂമിൽ പോയിട്ട് കിടന്നു. എനിക്കെന്തോ ഭയങ്കര ക്ഷീണമായി. അപ്പോൾ കിടന്നു. പിന്നെ കുറച്ച് നേരം ഉറങ്ങി എണീറ്റ്. അപ്പോൾ അവൾക്ക് ചോറൊക്കെ കൊടുത്തിട്ടായിരുന്നു കേട്ടോ ഉറങ്ങിയത്. അതിൻ്റെ ഇടയിലൊന്ന് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറൊക്കെ കൊടുത്ത് എണീറ്റ് പിന്നെ ഞാൻ വീഡിയോ എടുക്കാമെന്ന് കരുതി. ഇൻസ്റ്റാഗ്രാമിലേക്കുള്ള റീൽസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എഴുന്നേറ്റതാണ്. അപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ റീൽസ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഞാൻ പുറത്ത് നോക്കുമ്പം നല്ല വെയിലാണ്. തുണികളൊക്കെ ആറിയിട്ടുണ്ട്. തിരുമ്പിയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം 3 പേരോടും കൂടി പുറത്ത് പോയി ഒന്ന് ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് കരുതി. അപ്പോൾ ചപ്പാത്തിയും അല്ല പൊറോട്ടയും അല്ലാത്ത ഒരു സംഭവമാണ് കേട്ടോ കഴിച്ചത്. ബട്ടർ നാൻ എന്ന് പറയുന്ന ഒരു സംഭവം കേട്ടോ. അതും ബട്ടർ ചിക്കനും കൂടിയിട്ടായിരുന്നു കഴിച്ചിരുന്നത്. പിന്നെ ഒരു ബീഫ് ബിരിയാണി മേടിച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്കായിരുന്നു മേടിച്ചത്. പക്ഷേ ഞങ്ങൾ 3 പേര് ഷെയർ ചെയ്തിട്ടാണ് കേട്ടോ 3 കഴിച്ചിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. അപ്പം എന്തായാലും നമ്മുടെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.